നമസ്കാരം. പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി സംസാരിക്കുകയും ബി.ജെ.പിക്ക് ആയുധം നൽകുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന മുതിർന്ന നേതാവ് ശശി തരൂർ എം.പിക്ക് കടുത്ത ഭാഷയിൽ പരസ്യത്താക്കിയതുമായി കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ബി.ജെ.പിക്ക് സുഖിക്കുന്ന വർത്തമാനങ്ങൾ മാത്രം പറയുന്നതിൽ നിന്നും മാധ്യമശ്രദ്ധ നേടാൻ സ്വന്തം പാർട്ടിയെ അനാവശ്യമായി വിമർശിക്കുന്നതിൽ നിന്നും നേതാക്കൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് വേണുഗോപാൽ തുറന്നടിച്ചു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷമായ പ്രതികരണം. ഡൽഹിയിലെ അടുത്തിടെ നടന്ന ജെൻസി വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ വിവാദ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഈ പരസ്യ മുന്നറിയിപ്പ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ CJP നടത്തിയ പ്രതിഷേധങ്ങൾക്ക് ലഭിച്ച ജനപിന്തുണയും സ്വാധീനവും കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന തരൂരിന്റെ വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ വലിയ അമർഷത്തിന് വഴിവെച്ചത്. മുംബൈയിൽ നടന്ന ഇന്റർനാഷണൽ മൂവ്മെന്റ് ടു ദി യുണൈറ്റഡ് നേഷൻസിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംവാദ പരിപാടിയിലായിരുന്നു തരൂരിന്റെ വിവാദ പരാമർശങ്ങൾ. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ CJP വിജയിച്ചുവെന്നും എന്നാൽ കോൺഗ്രസിന് അതിന് സാധിച്ചില്ലെന്നും തരൂർ കുറ്റപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ടാണ് യുവാക്കളെ കേൾക്കാൻ പാർട്ടിക്ക് സാധിക്കാത്തതെന്ന് സ്വയം ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് വിഷയത്തിൽ രാഹുൽ ഗാന്ധി തുടക്കത്തിൽ തന്നെ ഇടപെട്ടിരുന്നെങ്കിലും അതിനെ വലിയൊരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കോൺഗ്രസിന് സാധിച്ചില്ലെന്നായിരുന്നു തരൂരിന്റെ പ്രധാന വിമർശനം. ഛത്രോം കി ഗുഞ്ച് പരിപാടിയിൽ രാഹുൽ ഉന്നയിച്ച വിഷയങ്ങൾ അർഹമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ആത്മപരിശോധന നടത്തണമെന്നും തരൂർ മുംബൈയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രസ്താവന പാർട്ടി നേതൃത്വത്തെയും പ്രവർത്തകരെയും ചൊടിപ്പിച്ചതോടെ കെ.സി. വേണുഗോപാൽ രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ നിരന്തര പോരാട്ടങ്ങളും ഇടപെടലുകളും തരൂർ ബോധപൂർവ്വം കാണാതെ പോവുകയാണെന്ന് വേണുഗോപാൽ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളെല്ലാം തഴഞ്ഞു പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ പെല്ലറ്റ് ഗൺ ആക്രമണം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ നേരിട്ടെത്തി പ്രതിഷേധ സമരം നയിച്ചതും രാഹുൽ തന്നെയാണ്. ഇതെല്ലാം രാജ്യത്തിന് മുന്നിലുള്ള സത്യമാണെന്നിരിക്കെ തരൂർ ഇതൊന്നും കാണാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും കെ.സി. ചോദിച്ചു. പാർട്ടി ചട്ടക്കൂടിന്റെ അച്ചടക്കത്തിൽ കോൺഗ്രസുകാർ നിന്നില്ലെങ്കിലും ബി.ജെ.പിക്ക് സുഖിക്കുന്ന വർത്തമാനം മാത്രം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എല്ലാവരും ശ്രദ്ധിക്കണം. രാഹുൽ ഗാന്ധി 2 കുറ്റം പറഞ്ഞാൽ ബി.ജെ.പിക്ക് അത് വലിയ സുഖം നൽകുന്ന കാര്യമാണ്. രാഹുലിനെ മോശമായി പറയുക എന്നത് ബി.ജെ.പിയുടെ പ്രധാന അജണ്ടയാണ്. അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വിറക് വെച്ച് കൊടുക്കരുതെന്നും കെ.സി. വേണുഗോപാൽ താക്കീത് നൽകി. എന്നാൽ തരൂർ മനഃപൂർവ്വം ബി.ജെ.പിയെ സഹായിക്കാൻ അത് പറയില്ലെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും വേണുഗോപാൽ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ആക്രമിക്കാൻ ആരാണ് ഉത്തരവിട്ടതെന്ന് സഭയിൽ അമിത്ഷാ വ്യക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി ഭീരുവിനെ പോലെ സഭയിൽ വരാതെ സ്വന്തം മുറിയിലിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അമിത്ഷാ സഭയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകുന്നതുവരെ പാർലമെന്റ് നടപടികളുമായി സഹകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണ്ഡല പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നീക്കങ്ങളെക്കുറിച്ചും കെ.സി. വേണുഗോപാൽ സംസാരിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ ഉടൻ തന്നെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെയും ജനാധിപത്യത്തെയും ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ തിടുക്കത്തിൽ പാസാക്കിയെടുക്കാൻ അനുവദിക്കില്ലെന്നും സഭയിൽ വിശദമായ ചർച്ചകൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്റെ പ്രസ്താവന വിവാദമാവുകയും പാർട്ടി നേതൃത്വം പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തതോടെ വിശദീകരണവുമായി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട്. താൻ മുംബൈയിൽ നടത്തിയ പരാമർശങ്ങൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. പാർട്ടി നേതൃത്വത്തെയോ രാഹുൽ ഗാന്ധിയോ ആക്രമിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി. ഋഷഭ് ഷായുമായി നടത്തിയ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ നൽകിയത് ദുരുദ്ദേശത്തോടെയാണെന്ന് തരൂർ ആരോപിച്ചു. താൻ സംസാരിച്ചതിന്റെ മുഴുവൻ രൂപവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച അദ്ദേഹം യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും വ്യക്തമാക്കി. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2029 പൊതു തിരഞ്ഞെടുപ്പിലും ജൻസികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു.